ഹലോ ലേഡീസ്. ദർശന, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ ദർശനയ്ക്കത് കാണാൻ പറ്റില്ല. അത് എന്താണെന്ന് അറിയോ? അതെന്റെ ഹൃദയത്തിലാ സൂക്ഷിക്കണേ. ദർശന, എന്തോ കീപ് ദ ചിരി. എനിക്ക് ഇഷ്ടപ്പെട്ടു ദർശനെ, കാരണം ദർശന ഞാൻ ഹലോ ലേഡീസ്. ഹലോ ലേഡീസ് ഇത് വിളിയിട്ട് ദർശനായിരുന്നു. ദർശന, ഞാൻ ഫോട്ടോഗ്രാഫിയാണ് ഇപ്പൊ, ഭയങ്കര ക്യാമറമാൻ. ഞാൻ ഫോട്ടോ എടുത്തോട്ടെ? ദർശനം എടുക്കണ്ട. ദർശന, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ ദർശനയ്ക്ക് കാണാൻ പറ്റത്തില്ല. അത് എന്താണെന്ന് അറിയോ? സംസാരിക്കലോ ദർശന, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ ദർശനയ്ക്ക് അത് കാണാൻ പറ്റില്ല. അത് എന്താണെന്ന് അറിയോ? അതെന്റെ ഹൃദയത്തിലാ സൂക്ഷിക്കണേ. അണ്ണ ഏതണ്ണ പിക്കപ്പ് ലൈൻ അടിപൊളി സൂപ്പർ. അണ്ണ വേറെ ദർശന ഇംപ്രസ് ആയോ? കിട്ടില്ല സാധനം ഞാൻ പറഞ്ഞുതരാം. കിട്ടില്ല സാധനം അണ്ണ പറയാത്തത് അറിയോ? അല്ല, ആ മുഖത്തുള്ള സാധനം എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിക്കുക. ആ മുഖത്തുള്ള ക്യൂട്ട് സാധനം എന്തോന്നാന്ന് ചോദിക്കുക. അപ്പൊ പറയാ മുഖത്തുള്ള ചിരിന്നറിയാം. ഇതാണ് വാറ്റണ്ണൻ. നിന്റെ മോന്തയിലാണ് അത്. കുരുവീനെ ഓടിച്ചിട്ടുള്ളൂ. അതിനെ അടുത്ത ആളെ പിടിക്കാം. എനിക്ക് ദർശനത്തെ ഞാൻ ചോദിച്ചോട്ടെ ദർശന, എന്തോ കീപ് ദ ചിരി. Oh my god. വാച്ച് നടിച്ചോ? കുഴപ്പമില്ല. ചേട്ടാന്ന് വിളിക്കാട്ടോ. ചേട്ടൻ ചേട്ടാന്ന് വിളിക്കാം. പിന്നെന്താ ചേട്ടൻ എനിക്കും ചേട്ടനല്ലേ. പിന്നെ എന്നെ വേണമെങ്കിൽ നീക ചേട്ടാന്ന് വിളിച്ചോട്ടാ. എനിക്ക് ചേട്ടന്മാരെണ്ണം കൂടുന്നുണ്ടല്ലോ. അപ്പൊ ഞാനെന്താ വിളിക്കണ്ടേ? മോളെ വിളിച്ചോണ്ട. മോളെ ദർശന മോളെ വിളിച്ചോണ്ട. മോളെ ദർശു എന്നൊക്കെ വിളിക്കാല്ലേ? അങ്ങനെ ദർശന്റെ ഫോട്ടോ ഞാൻ ആ ഒരു ഫോട്ടോയെ കുറിച്ച് സംസാരിക്കരുത്. അത് ഹൃദയത്തിലായി അങ്ങനെ ഇതായി പോയി. ഇനി അത് തരാൻ പറ്റത്തില്ല. സോറി. ഇനി തരാൻ പറ്റുന്നത് എന്റെ ഫോൺ നമ്പറാണ്. അത് ഫോട്ടോ എടുത്താ തരാൻ ഒരു മിനിറ്റ്. എടാ എന്താ ചൂടെ ചൂടെ എന്താ? എനിക്ക് നീ മാത്രമേ ഉള്ളൂ ചൂട്. വേണ്ട എനിക്ക് വേണ്ട. ഞാനാ സീക്രട്ട് ആയിട്ട് അടുത്തൊന്ന് പാടാ. ഇങ്ങോട്ട് കിട്ടിയില്ല. ദർശു ഇങ്ങോട്ട് കിട്ടിയില്ല. ആ പാട്ട് കേട്ടോ? എവിടെയായിരുന്നു?
ഒരു മിനിറ്റ് എനിക്ക് ജൂൺ ഇങ്ങോട്ട് വന്നാണ് സംസാരിക്കാൻ കാര്യം ഞാനുണ്ടല്ലോ. ഇത്ര നീ നോക്കുവാണോ ഇല്ല ആരെങ്കിലും നോക്കുന്നുണ്ടോ പക്ഷേ ഒരാളുണ്ട് ആരാ ഒരാളുണ്ട് പക്ഷെ അത് അവ കുട്ടിക്ക് ക്രഷ് ഉണ്ടായിരുന്ന ഒരാളാ അതാരെന്ന് പറഞ്ഞ അത് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് നമുക്ക് നമ്മുടെ എല്ലാം പാസ്വേഡാ നമ്മുടെ എല്ലാം അതാ എന്തായാലും ദർശന എന്തോ ആ ഹൃദയത്തിൽ എന്റെ ഫോട്ടോ കളഞ്ഞു കൊണ്ട് കളഞ്ഞു പോയോ? ആ എനിക്കറിയില്ല എനിക്ക് പറയാ ഞാൻ കോമേല ഞാൻ ഗേയാ അതെ പോലെ ഞാൻ തമാശ പറഞ്ഞാണ് ഞാൻ തമാശ പറഞ്ഞാണ് എന്റെ അടുത്തല്ലേ ഞാൻ തമാശ പറഞ്ഞാണ് അവിടെ രണ്ട് ആൺപിള്ളേര് ആണാന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്നത് അത് കേട്ടപ്പോൾ നീ തുള്ളിച്ചാടി വരുന്ന എന്തിനാ ഞാൻ തമാശ പറഞ്ഞതാ എടാ അത് വാസുവിന്റെ അടുത്ത് ക്രഷുള്ള പെണ്ണാണ് ഞാനൊന്നും എനിക്കൊന്നും വയ്യ എനിക്കറിയത്തില്ല പിന്നെ ഇത്ര നേരം നീ ഇരുന്ന് നിനക്ക് അറിയാനായിട്ട് നീ എന്റെ അടുത്ത് പറയാതെ നീ എന്നെ തള്ളിയിടായിരുന്നല്ലേ പാട്ടി സോറി ഏട്ടാ ക്ഷമിക്കട്ടെ ഞാൻ അത് അറിഞ്ഞില്ല ഞാൻ മറന്നുപോയത് അതുകൊണ്ട് നിന്റെ മറ്റേ ഇല്ലാത്ത മറ്റേ ചേട്ടാ അവിടെ പുള്ളി പോയി അണ്ടി ഫാക്ടറി പോയി അണ്ടി എണ്ണാൻ പോയി അണ്ടി എണ്ണം വിട്ട് അവിടെ എത്ര അണ്ടികളുണ്ട് പൊട്ടാത്ത അണ്ടികളൊക്കെ എണ്ണാൻ പറഞ്ഞ് കൈ വെച്ചാ അത് കൈവച്ച് പിന്നല്ലേ കൈവച്ച് വാവച്ചിട്ടുണ്ടോ വാവച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഇപ്പൊ കൈവച്ചാണ് വായിക്ക് വയ്യ എന്താ മൊടരാ അവന്റെ കോപിച്ചിട്ട് എന്താണ് ചൂട് പറഞ്ഞത്? ആരുടെയൊക്കെ ക്രഷ് ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ വാസുവിന്റെ കാര്യമാണ് ഒന്നും പറയണേ. അങ്ങനെ അതെ എനിക്ക് വാസു എന്ന് പറഞ്ഞ എന്റെ അതെ എന്റെ ജനിക്കാതെ പോയൊരു ചേട്ടനാണ്. അതെ അതെ അണ്ണന് മോനെ പോലെയാണ്. എനിക്കതെ ചേട്ടനാണെങ്കിൽ എനിക്കൊരു മോനെ പോലെയാണ്. അതെ അണ്ണന് നല്ല പ്രായമുണ്ട്. അപ്പൊ വാസുവിന് ചേട്ടൻ അങ്ങനെയൊന്നുമില്ല. അണ്ണൻ ചേട്ടൻ അവൻ എന്റെ ചേട്ടനാണെങ്കിൽ എനിക്ക് അവൻ മോനും പോലെയാണ്. മനസ്സിലായില്ലേ വാസു? അപ്പൊ അതെ മനസ്സിലായില്ലേ? അപ്പൊ അത് ശരിയല്ലല്ലോ. ഒരു കുടുംബത്തിൽ ഒരാളോട് കുട്ടിക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി കൂട്ടിക്കണമല്ലോ. ഞാൻ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ വാസു ഇപ്പം മനസ്സിലായില്ലേ, ഇപ്പം അടുത്തൊരു സിറ്റി വരുമ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തോ അല്ലെ പരിപാടിക്ക് ബിസിനസ്സിന് പോയേക്കുവാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ എന്തായാലും കുട്ടി വരണം, നമുക്ക് സംസാരിക്കാമല്ല. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാം സെറ്റാക്കി തരാം. അന്ന ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, വാസുവിന് ഇഷ്ടമില്ല. അങ്ങനെയല്ല അങ്ങനെയാണ് അല്ല. ഞാൻ ഒരു കാഴ്ച നോക്കട്ടെ. എനിക്ക് ഡൗട്ടാ വാസുവിന്റെ എന്ത് കണ്ടിട്ടാണ് വാസുവിന്റെ ഇഷ്ടം വരാൻ ഒരു ദർശനയ്ക്ക് തോന്നിയത്? പറയോ? ഞാൻ പറയട്ടെ, ഒരാളോട് നമുക്ക് ക്രഷ് തോന്നാനായിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ വേണോ? വേണം പിന്നെ വേണ്ടേ? എത്ര പേരോട് എത്ര പിള്ളേർ പുറകെ നടക്കുന്നുണ്ടെന്നറിയോ? അല്ല അത് ഞാൻ തലച്ചോറുള്ള ആൾക്കാർ കുറച്ചാ പറഞ്ഞത്. അപ്പൊ വാസുവിന്റെ കാര്യം ഒരാളുടെ ജീവൻ പണയം വെച്ച് നമ്മളെ രക്ഷിക്കുന്നു. രക്ഷിച്ചാ? ഞാൻ അവിടെ വെള്ളത്തിൽ ഉപ്പും വെള്ളവും കുടിച്ച് ചാവാൻ കിടന്ന് കൈയിട്ടിറങ്ങി എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പാട്ടി അവിടുന്ന് അവനാണെങ്കിൽ ആ മീനെ പിടിക്കുന്ന വള്ളി പിടിച്ചിട്ടെന്ന് നീ വേണാ കയറി വേണം പുല്ലെന്ന് പറഞ്ഞിട്ട് അവൻ പോയവനാണ്. നിന്നെ രക്ഷിച്ചല്ലേ? അങ്ങനെ ഒരു സാഹചര്യം വന്ന് ഞാൻ പെട്ടുപോയപ്പോ എന്നെ വന്ന് രക്ഷിച്ചു. പെണ്ണല്ലേ കേറി വന്നോളൂന്ന് അണ്ണൻ അറിയാല. അപ്പൊ അതിന് എനിക്ക് എന്റെ വാസുവിനെ എത്ര നാളായിട്ട് അവൻ ഓർഫനേജ് തൊട്ടോ എനിക്ക് അവൻ അറിയാം. മനസ്സിലല്ലേ? അപ്പം അങ്ങനെ ഉള്ളവനാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു എന്തോ കുട്ടിയിലെന്തോ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണ്.
ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നു, എനിക്ക് കള്ള വേണ്ടി വടുവൻ. പാർട്ടിയൊക്കെ നടത്തി. അപ്പൊ അടന്റെ ഉള്ളിലുള്ളിലിപ്പൊ എന്തോ ഉണ്ട് വാസു, മറ്റേടാ ഇതൊക്കെ എന്റെ ഉള്ളില് എന്തേലും ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് ആ. ചെറിയൊരു ക്രഷ് തോന്നി. അതിപ്പോ സ്വാഭാവികല്ലേ. ഈശ്വരാ, ഈ അല്ലേ, crush സാറിനെ കണ്ട ക്രഷ് അടിക്കും ഇല്ലണ്ണാ? എന്ത് നിനക്കടിച്ച? അല്ലല്ലേ എനിക്കല്ലേ ഇവിടെ ഇങ്ങനെ അല്ലേ അത് ശരിയാണ്, കുട്ടിയുടെ തെറ്റുപറയാൻ പറ്റില്ല. എല്ലാം ഞാനാണല്ലോ അവനെ കൊച്ചിലോട്ടെ ഞാനാണ് നോക്കി കൊണ്ടുവന്നത്. അപ്പം അതിന്റേതായ ആ ഒരു ഓറ ഒക്കെ ഉണ്ട് അവന്. അതാണ് അടനാണ് എണ്ണയൊക്കെ തേപ്പിച്ച് അണ്ണൻ ഇത്ര പറഞ്ഞല്ലോ, അവൻ എന്റെ ചേട്ടനാണെങ്കിൽ എന്റെ മോനെ പോലെയാണ്. വാസവന് സൂസനോടാണ് ഇഷ്ടം. പിന്നെ സൂസനാ ഒരു 2 മിനിറ്റ് ചേഞ്ച് ആവൂല. അല്ല അങ്ങനെയല്ല, സൂസൻ വേറെ കെട്ടിപ്പോയി പറഞ്ഞത്. പിന്നല്ല സൂസിനിപ്പോ ഒരു പിന്നെ കൊച്ചാണ് കേട്ടോ ഇപ്പൊ ഞാൻ. സാനിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കൂടെ സാനി മുറിച്ച ടെന്നീസ് കളിക്കാൻ പോയി. ഡേറ്റിങ്ങിനൊക്കെ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അല്ല, അതിനെപ്പറ്റി ആസാനിയല്ല, ആസാനിയല്ല. അറിയത്തില്ല. അയ്യപ്പൻ സാനി അയ്യപ്പൻ. കുട്ടി വാസുവിന് ഡേറ്റിംഗ് എന്ന് പറഞ്ഞ എന്തെന്നോലും അറിയത്തില്ല. കുറച്ച് പഴയ ആ ഒരു തലിമേല നടക്കുന്നത്. ആ കുട്ടി സാനിയ ഡേറ്റിന് പോകാന്ന് പറഞ്ഞപ്പോ ഇത് വാസുണ്ണം വിചാരിച്ച് ഏതോ മറ്റേ കഷണ്ടി അത് മറ്റേ ഡേറ്റ്സ് ഉണ്ടല്ലോ. അണ്ണനാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഡേറ്റ്സ് ഫാക്ടറി ആണ് തുടങ്ങാൻ വേണ്ടി കൂടെ കൊണ്ടുപോയി പറഞ്ഞിട്ട് കൂടെ കയറി പോയതാ. അത് അങ്ങനെ ചിലപ്പോഴൊക്കെ കുറച്ച് മണ്ടത്തരൊക്കെ കാണിക്കും വാസു. അതൊന്നും വിചാരിച്ചിട്ട് വിട്ടുകൊടുക്കല്. അത് എനിക്ക് ദർശന ആ ഒരു കുറച്ച് ഇത്ര നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ വാസുവായിട്ട് നല്ലൊരു ചേർച്ച ഉണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമല്ലോ, ഇങ്ങോട്ട് ഉണ്ടോ ഇല്ലാത്തത് നമ്മള് മനസ്സിലായില്ലേ. അത് ശരിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ദർശനെ. കാരണം ദർശന മനസ്സിലായില്ലേ ആ ഒരു അത്രയും ഒരു നല്ലൊരു എന്താണ് ഒരു റിപ്ലൈ വരാഞ്ഞിട്ട് ഇത്ര നേരം കാത്തിരിക്കുന്നല്ലോ. സംസാരിക്കും. എനിക്ക് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര പൊസസീവ്നെസ്സാ. ഇപ്പൊ അണ്ണന്റെ പുറകെ വേറെയുള്ള പെമ്പിള്ളേരൊക്കെ നടക്കുന്നൊക്കെ കേൾക്കുമ്പോഴേ എനിക്കിങ്ങനെ അവരെ പോയി കൊല്ലാനൊക്കെ തോന്നും. എന്താന്ന് അറിയത്തില്ല. ദർശന അണ്ണാ ഇത് അണ്ണ സെറ്റ് ആയി കൊടുത്തില്ലെങ്കിൽ അണ്ണനെ കൊല്ലു അവള്. അവള് ചായയില് വിഷം തരുവണ്ടേ. ഇതേ അവനെ എന്നെ സെറ്റായി കൊടുക്കാം, പണി കിട്ടട്ടെ. അവനെ ഓരോ പെണ്ണിനെ കാണുമ്പോ അവന് ചൊറിഞ്ഞോണ്ട് ഓടിച്ചല്ലേ. ഇത് കല്യാണം വരെ ഞാൻ എന്റെ പൈസക്ക് ഞാൻ ചെയ്തു കൊടുക്കും. നമുക്ക് ഇതിന് ചായയില്ലേ അവന് പെണ്ണിനെ കാണുമ്പോ അവനുള്ള അയ്യോ അപ്പൊ ലോക്കാവും അടൻ ലോക്കാവും. ഇല്ല ഞാൻ നമ്മള് ആ ഒരു അനിയന്റെ അങ്ങനെയല്ല. ഞാൻ എന്ന് വെച്ചാൽ അണ്ണനെ ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ഇനിയിപ്പോ സൂസൻ തിരിച്ചു വന്നു അല്ലെങ്കിൽ എലിയ തിരിച്ചു വന്നു, അവർക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു കംഫർട്ട് സോൺ അതാണെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. അത് സൂസൻ സത്യം വാസുവിനും അത് മനസ്സിലായി അത്രയും ഇഷ്ടമുണ്ട്. പക്ഷേ സൂസന്റെ കരിയറായിട്ട് അങ്ങനെ പോകേണ്ടി വന്നു. സൂസൻ ഡി ജെ ആയിട്ടൊക്കെ അങ്ങനെ പോയി. അത് നമ്മുടെ വാസുവിന് അത്രയും സങ്കടമാണ്. പക്ഷെ അതൊക്കെ മറന്നു, അതൊക്കെ മൂവ് ഓൺ ആയി. പക്ഷേ ഇവരോടൊന്നും ഇപ്പം എലിയാണെങ്കിലും സൂസൻ ആണെങ്കിലും വാസു ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ദർശന പറയുന്ന പോലെ രക്ഷിക്കാൻ വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അപ്പം എന്തോ ദർശനായിട്ട് കുറച്ച് എക്സ്ട്രാ എന്തോ ഉണ്ട്. അത് ശരിയാട്ടോ, അത് ശരിയാണെന്നും പറഞ്ഞു. ആരെയാണ് ഇതുവരെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല, ദർശനം മാത്രമേ രക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പേര് ഞാന് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയോ? എന്താ ഇപ്പൊ പറ. എന്നെ ഇപ്പൊ ഇവിടെ എല്ലാരും ചുമ്മാ കളിയാക്കാണ്. ഞാൻ അണ്ണന്റെ പുറകെ നടക്കാണ്, നാണമുണ്ടോ, നിന്നെ അണ്ണ തുപ്പിയില്ലേ, എന്തൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയോ? ഞാൻ അപ്പോഴേ തിരിച്ചു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അണ്ണനെ ശല്യം ചെയ്യാറില്ല. അതല്ല, അപ്പോഴേ പറയണം. നിന്നെ പോലെ ഒരുത്തിക്കും വേണ്ടാണ്ട് ഒരു പണിയെടുക്കാണ്ട് ജീവിക്കണം നിന്നെ പോലെയൊക്കെ ഉള്ളവന്മാരെ പിറകെയല്ലല്ലോ ഞാൻ നടക്കുന്നേ. ഇന്നത്തെ ഈ ഒരു സിറ്റി വിറപ്പിക്കണ വാസുവിന്റെ പിറകെ ഞാൻ നടക്കുന്നേ. അതിനൊരു പ്രശ്നം എനിക്കില്ല. അവനൊക്കെ അവരൊക്കെ ഉണ്ടല്ലേ അല്ലേ പൂട്ടി ഓടും. അത്രേ ഉള്ളൂ. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എടാ നീക
എടീറാ. തല ഇത് ശരി- തല നീ ഇപ്പൊ എണീച്ചേക്ക്. തിരിച്ചു പറടാ. അതിനെ മരിച്ചു എണീച്ചിട്ട് തിരുത്തി പറടാ. തിരുത്തി പറടാ. എടി, തിരുത്തി പറടാ. ഞാൻ പറഞ്ഞില്ല നീ പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞ തിരുത്തി പറടാ. നീ എന്തിനാ അങ്ങനെ ഞാൻ പറഞ്ഞ? പറഞ്ഞു. അണ്ണ ഞാൻ പറഞ്ഞില്ല വാസോണ്ണ സോറി വാസോണ്ണ സോറി ഇന്ന് മൂന്നോണം പറ. സോറി ഞാൻ പറഞ്ഞേ സിറ്റിയിൽ ഇല്ലാത്ത വാസുവിന് വരെ സോറി പറയപ്പെടുന്ന അതിന്റെ വാസുവിന് ഓറ മനസ്സിലായില്ലേ? അത് കുട്ടി ഒരു ഇതും ഇല്ല പറയാൻ കിടക്കുന്നതിന് മനസ്സിലായില്ലേ? ആ ഒരു നാണക്കേടും വേണ്ട. നാണക്കേടല്ലല്ലോ. കൊറേ കേട്ട് കഴിയുമ്പോഴേ വിഷമം വരൂല്ലേ? അത് ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരാളെ അത്രത്തോളം പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ഇത് എന്തൊക്കെ വേണമെങ്കിലും അനുഭവിക്കണം. മനസ്സിലായില്ലേ? സഹിക്കും. സഹിക്കണം. ആ. ഞാൻ ഇനി ദർശന ഇത്ര ഇത് ഈ വാസുവിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണെങ്കിൽ എനിക്ക് ഇവ ചത്തോ? ചത്ത് ഇതപ്പോ എടാ തിരുമണ്ട ഞാൻ നീ അഭിനയിക്കുകയാണെന്ന്. അപ്പൊ ദർശനെ ഇങ്ങോട്ട് ഇത്രയൊക്കെ പറഞ്ഞല്ലേ കൂടെ ആരെങ്കിലും സിംഗിൾ ആയിട്ടുണ്ടോ? ആ കുട്ടി ലിസ. അത് ലിസ അല്ല, ഐറയാ. ഹലോ മിസ് ഐറ. അല്ല മിസ് ഐറ. ഹലോ അല്ല ഞാൻ കള്ള്. ആണല്ലേ? മതിയോ? പിന്നെ നെസക്കുട്ടി അല്ല കള്ളന്നല്ലേ ഇപ്പൊ പറഞ്ഞു. വീണ്ടും വിളിച്ചതിന്റെ മാറ്റം ഇപ്പിച്ചിരി കുറവാ. അറിയോ? അങ്ങനെ അറിയില്ല. സ്ട്രെസ്സായി മുടിയും താടി കൊളന്നോ? ഇതെന്തൊരു കോല? രണ്ട് കളവന്മാരായി. ഇതോ ഒരു കളവൻ പറഞ്ഞേക്കുന്നു. ഇത് എന്റെ മറ്റേ പണ്ട് പഠിപ്പിച്ച മറ്റല്ല കിളവൻ മാസാറിനെ പോലെ ഉണ്ട്. അപ്പൂപ്പ കിളവനല്ലേ അപ്പൂപ്പ? ഞാൻ അപ്പൂപ്പനെന്നല്ലേ അപ്പൂപ്പ അപ്പൂപ്പനെ വിളിക്കുന്നത്. കിളവനെന്ന് പറഞ്ഞ ഒരു മോശമാക്കല്ലോ അപ്പൂപ്പ. അപ്പൂപ്പ ഇത് എന്താ കിളവന്മാര് സംസ്ഥാന ജില്ലയോ? അതല്ലേ പറഞ്ഞേ, ഫ്രണ്ടിലൊരു കളവൻ പിറകിലൊരു കളവൻ. അല്ല സൗകര്യം കൊണ്ടുവന്ന കേട്ട് കാണൂലല്ലേ? അല്ല ഞാനിവിടെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. മനസ്സിലായില്ലേ? പോയിക്കുന്നു കെണ്ടാമണിയെ. ഇങ്ങനെ കിളവൻ ഇങ്ങനെ സത്യം പറഞ്ഞ ഇങ്ങനെ ഇതായി പോയോ? കിളവനായിട്ട് അഭിനയിച്ച് കിളവനായി പോയോ സത്യം പറഞ്ഞ? എനിക്ക് ഒരു പാട്ട് പെട്ടെന്ന് ഐറന്റെ കിടപ്പുറ ഒരു പാട്ട് ഇടുന്ന ഐറമത്തി കണ്ണ് രണ്ട് കണ്ണ് അതാണ് ഉദ്ദേശിച്ചത്. കണ്ണ് രണ്ട് കണ്ണ് എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പേര് പേര് ആണ്ട് വിട്ടില്ലേ? ഇതാരാ? പറ പേര് പറ. പേര് പറ. ഐറ നിങ്ങൾ അതിനെങ്ങനെ അറിയാ? നമുക്ക് പരിചയമുണ്ടത്. എങ്ങനെ? ലൈക്ക് എന്റെ മോളിൽ ഒരാളുണ്ടായിരുന്നു. ഞാൻ ദത്തെടുത്തതാ. പക്ഷെ ഇപ്പൊ അവള് US പഠിക്കാൻ പോയത്. പോയാ? അപ്പൊ മോളെ മോള് അന്നൊന്നും ചെയ്തിട്ടില്ല. അല്ല അങ്ങനെ പ്രപ്പോസ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും? അല്ല അങ്ങനെയല്ല. ഒരു ദിവസം ഞാൻ എവിടെയോ തിരക്കിലായിരുന്നു. അപ്പോ ഞാൻ ഭയങ്കര ബിസി ആയ ശേഷം അവൾ എന്തോ പ്രശ്നത്തില്ല. അപ്പോ പാട്ട് വന്നാണ് അവളെ രക്ഷിച്ചു. അങ്ങനെയാണ്.
ആ പിന്നെ അല്ല എന്റെ അണ്ണ അടിപൊളിയാ. എന്താ രചിച്ചേ, വെള്ളത്തിനാണോ രചിച്ചേ? കൃത്രിമ ശ്വാസം കൊടുത്തവരാ രചിച്ചേ? 10 പേര് പയ്യന്മാര് അവളിനെ എന്തോ മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഓ അണ്ണാ, അത്രയുള്ള അണ്ണാ. ശ്ശെ, അയരാ, ഇത് പിന്നെ അല്ല. ഞാൻ ഇത് എല്ലായിടത്തും അറിയിക്കാൻ വേണ്ടിയുള്ള ഇതൊന്നും ചെയ്തത്. അത് വരാ, പക്ഷെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അയറിന്റെ ബാലനറിയോ? അറിയാ? ബാലൻ എക്സ് ആയിരുന്നോ ഇവിടെ? ഇങ്ങനെ ഞങ്ങളോട് പുള്ളി പറയണേ കേട്ടതാ ചോദിച്ചേ. വെയിറ്റ് സെക്കൻഡ്, ബാലന്റെ എക്സ് എന്റെ സിസ്റ്ററാ. സോ ഓ ഓക്കെ ഓക്കെ ഓക്കെ, സോറി ബൈ. അവളുടെ പേര് താര. ഓ താരല്ലേ, ഡോക്ടറിനെ പോയി കടിച്ചാൽ മതി. ഞാൻ പോയി കടിച്ചപ്പോഴെല്ലാം മാറി. അണ്ണാ താര ഓ എന്റെ കസിൻ സിസ്റ്ററാ. അവള് വരെ ഇപ്പൊ എടാ കക്കാശി ഞാൻ പോയിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കക്കൂസ് കഴിപ്പിക്കണം. കക്കാശി തല മോറ എടാ കാണ്ടാമേ നിന്നെ കൊണ്ട് പോടാ. കാറിലേക്ക് ഞാൻ ലൈവ് സ്ട്രീം ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ കക്കൂസി പോയിട്ട് നീ അമ്മ കക്കൂസി കാണിച്ചു കൊടുക്കണ. എല്ലാം കാണിച്ചു കൊടുക്കണ. പോടാ പോടാ. അണ്ണാ നീ കൂടുതൽ കൊണക്കല്ല, നീ കൊണ്ടുപോകും. നീ എന്തിനാ എന്റെ അവിടെ കൊടുത്തിട്ടേക്കുന്നത്? ഹലോ ഇട്ടാച്ചി, കക്കാശി കക്കാശി നമ്മുടെ കക്കൂസ് കഴിക്കാ? ഇല്ല ഇല്ല ഇത് കൊണ്ടുവന്നിട്ട് ഒരാളെ. അതെ ഇല്ല ഇവന് ഞാൻ മണിക്കൂറിൽ 1300 കൊടുക്കും. എന്തിനാ കക്കൂസ് കഴിക്കാനാ? ഓ എന്റെ മോന്ത കണ്ടില്ലേ കക്കൂസ് പറ്റിയതാ. പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടില്ല, ബൂമറാങ് വളച്ചു വെച്ച പോലെ ഇരിക്കുന്നത്. എടാ എനിക്ക് പറയാം, മീശയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കൂടെ പോലും ഇല്ലാതെ നടക്കുന്ന നിന്നെയൊക്കെ എങ്ങനെ നോക്കി ആണെന്ന്. അയ്യോ സോറി നീ ബൂമറാങ് മീശയെക്കാളും ഇങ്ങനെ ഇരിക്കാനുള്ള നീ നിനക്കത് സ്റ്റൈലാണ് ബ്രോ. അണ്ണാ അടിപൊളിയാണ്, ഒരു പ്രശ്നം. അങ്ങനെ മീശ പോലെ നീകനെ കളിയാക്ക. നീകന് മീശയല്ലല്ലോ. കക്കാച്ചി പോടാ. ഇത് പെൺപിള്ളേർക്ക് ഈ മീശ ഇഷ്ടമാണോ? ഇങ്ങനെ പെമ്പിള്ളേർക്ക് ഇഷ്ടാണ് അതൊക്കെ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടാ മീശൻ താഴെയുള്ള ആണല്ലേ മീശ. അപ്പൊ മീശ ഇല്ലാത്തവരെയാ? ഓക്കെ, ബട്ട് സഡൻലി ഞാൻ ആദ്യം എനിക്ക് അറിയാത്ത ടൈമിൽ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വേറെ രീതി വിചാരിക്കും. അത്രേ ഉള്ളൂ. വേറെന്ത് വിചാരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഒരുമിച്ചിക്കണ്ട. എനിക്ക് താടി മീശയുണ്ട്. താടിയുണ്ട്, കക്കാശിന്റെ താടിയുണ്ട്. ഇതിനൊക്കെ താടി പറയാൻ പറ്റും. ഇതൊക്കെ എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ച് ഇത് മറ്റേ ഇതിനൊക്കെ താടി വിളിക്കാൻ പറ്റും. ഞാൻ എന്റെ മുടി എന്ന് പറയാ. പോടാ അവ ഒരു പൊട്ടക്കണ്ടായി പോടാ. നീ കൂടുതൽ സംസാരിച്ച നിന്നെ പിടിച്ചോണ്ട് കൊണ്ടുപോയി ഇപ്പൊ നമ്മുടെ TV എല്ലാം കക്കൂസ് കഴിപ്പിക്കാതെ കണ്ണാപ്പി ഉപയോഗിച്ച കക്കൂസ് കണ്ണാപ്പി ഉപയോഗിച്ച കക്കൂസ് അതിലൊക്കെ നിന്നിട്ട് കഴിപ്പിക്കോടാ. കണ്ണാപ്പി പോണ കക്കൂസ്. അയ്യോ കക്കൂസ് അത്. കുറച്ച് കാര്യങ്ങൾ ചോദിക്കോട്ടെ. എന്ത് വെച്ച് എന്നെ വിളിച്ചു? ഉച്ചി ഇറങ്ങിപ്പോടാ. എന്നെ വിളിച്ചിട്ടാ വന്നിട്ട്, അല്ലാണ്ട് വേറെ ഇത് വന്നല്ല. ഇവനെ എടുത്തേക്കുന്ന ഇവനെ നിലത്തിട്ട് ഞാൻ എടുത്തു. ഓ ശരി. ഞാനില്ലേ അവന് അല്ല അണ്ണനില്ലേ എന്റെ ഫ്രണ്ടാ. അവന് മരിയ സിസ്റ്ററിന്റെ ബോയ് ഫ്രണ്ടാ.